Hello, welcome to Paruz Pantry. ചിക്കൻ കറി ഉണ്ടെങ്കിൽ ലഞ്ച് കഴിക്കാനും ഡിന്നർ കഴിക്കാനും ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ? ഇന്ന് പാറൂസ് പാൻട്രിയിലും ഒരു ചിക്കൻ റെസിപ്പിയാണ്. പേരുകൊണ്ട് ഇത്തിരി സ്പെഷ്യലായിട്ട് തോന്നും ഈ ചിക്കൻ കറി. പഞ്ചാബി ചിക്കൻ കറിയാണ്. പക്ഷേ റെസിപ്പിയൊക്കെ നമുക്ക് അത്ര വലിയ പ്രയാസമുള്ള റെസിപ്പിയോ അല്ലെങ്കിൽ അത്ര വലിയ ഇഴങ്ങ് കിട്ടാത്ത ഇൻഗ്രീഡിയൻസോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് പഞ്ചാബി ചിക്കൻ കറി. നമുക്ക് നോക്കാം ഇതെങ്ങനെ വെക്കാമെന്ന്. നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യാം. അപ്പോൾ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ആണ് പൊടികൾ. ഇനി ഇതിൻ്റെ കൂടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. പഞ്ചാബി ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാനിവിടെ എടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കന് അതൊരു ഇച്ചിരി ഏറെ ഉണ്ടല്ലോ. അപ്പം ഈ തൈര് നമ്മൾ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യും. ഒന്നുകിൽ ഈ തൈര് നമ്മൾ മാറിനേറ്റ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ചേർക്കുക. ഇവിടെ ഇപ്പം ഞാനിത് മുഴുവൻ തൈരെടുത്ത് മാറിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പഞ്ചാബിൽ അങ്ങനെയാണ്. പഞ്ചാബി ചിക്കൻ കറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. നാടൻ തൈര് ചേർത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത് അവർ. അതിലന്നേരം നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ചിക്കൻ സോഫ്റ്റ് ആവാൻ നാരങ്ങയോ വിനാഗിരിയോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കൻ ഈ ഏറെ തൈര് ചേർത്ത് നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ട് ഇത് എടുത്ത് നേരെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 30 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഈ മസാലയും തൈരും ഒക്കെ ചിക്കനിൽ പിടിച്ച് നല്ല പരുവായിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് മസാലയൊക്കെ റെഡിയാക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ്റെ മസാല പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമേ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്, നല്ല ജീരകം, ചെറിയ ജീരകം. പിന്നെ കുറച്ച് മസാല, അതായത് പൊടിക്കാത്ത മസാല, കുറച്ച് പട്ട, ഒരു ഏലക്ക, പിന്നെ 1-2 ഗ്രാമ്പൂ, പിന്നെ കുരുമുളക് പൊടിയല്ല, പിന്നെന്താ ഒരു ബേ ലീഫ്. ഇത്രയും കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇടുക. എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് വറക്കണം. വറന്ന് വരുമ്പോൾ ഒരു നല്ല മണം വരും. അപ്പോൾ ആ നല്ല മണം വരുന്നവരെ ഇതൊന്ന് പയ്യെ വറക്കണം. പിന്നെ ഇത് വറന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമുക്കൊരു സവാളയാണ് ചേർക്കേണ്ടത്. അതായത് ഞാനിവിടെ ഒരു 1.5 സവാള മിക്സിയിലിട്ടത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്നുവെച്ചാൽ ഒരുപാടങ്ങ് അരയ്ക്കല്ല, എന്നാലും ഒന്ന് ചതച്ചെടുത്തിട്ടാണ് സവാള ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് ഞാനധികം എരി ചേർത്തില്ല. നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാനിതിനകത്ത് ഇപ്പം കണ്ടോ അരച്ചാണ് ചേർത്തേക്കുന്നത് ഈ സവാള. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ പഞ്ചാബി കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവി ആയിരിക്കുമേ, നല്ലൊരു ഗ്രേവി വേണം. അപ്പം അതിനെന്തായാലും ഇങ്ങനെ തന്നെ നമ്മൾ സവാള അരച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ നാടൻ ചിക്കൻ കറിയെ വെക്കുന്നതെങ്കിൽ സവാള അരിഞ്ഞ് വഴറ്റി എടുക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ എന്തായാലും സവാള അരച്ച് ചേർക്കണം. എന്നിട്ടിത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് സവാളയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിന് ഇതിനകത്തോട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം ഈ സവാളയൊന്ന് ചെറുങ്ങനെ ചൂടായി വരട്ടെ. ഒന്ന് ചെറുതായിട്ട് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചതച്ചെടുത്തേക്കാണ്. എന്നിട്ട് ഇതുകൂടെ ചേർത്ത് ഈ സവാളയുടെ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ ഒരു 1 ടീസ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത്. കാരണം എനിക്ക് എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തു. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റണം. അപ്പോൾ ഞാനിപ്പോൾ ഗരം മസാല ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് മസാല ആദ്യം ചേർത്താണല്ലോ നമ്മളിത് വഴറ്റിയെടുത്തത്. ഇനി ഗരം മസാല കുറച്ച് ചേർക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചേർത്ത ഈ പൊടികളെല്ലാം ഈ ഉള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാരണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന പോലെ ഒന്ന് നന്നായിട്ട് വഴറ്റണം.
അപ്പം ഇതിപ്പം ഒരു കുറച്ച് സമയം വഴറ്റുമ്പോഴത്തേക്കാണ് ഇത് നന്നായിട്ട് വരണ്ട് വരുന്നത്. അപ്പോൾ ഇത് വരണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് ഞാൻ ഒരു തക്കാളിയാണ് അരച്ച് ചേർക്കുന്നത്. ഇത് ഞാൻ തക്കാളി അരച്ചാണ് ചേർക്കുന്നത്. ഈ തക്കാളി അരച്ചിട്ട് ഇതിനകത്തോട് ചേർക്കണം. ഇത് ചേർത്ത് ഈ തക്കാളിയും ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആദ്യം. കാരണം മസാല ഈ എണ്ണയ്ക്കകത്ത് കുറച്ചൊരു തിക്ക് ഫോമിലായിരിക്കും കിടക്കുന്നത്. അത് ഈ തക്കാളിയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് ഇളക്കി മസാലയും ഈ തക്കാളിയും കൂടെ നല്ലതായിട്ട് ജോയിൻ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്രേവി ഇതൊരു അടച്ച് വെച്ചിട്ടൊരു 3 മിനിറ്റ് ഒന്ന് വേവിക്കണം. 3-4 മിനിറ്റ് ഈ തക്കാളി ഒന്ന് വേവണം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറണം. അതായത് ഇപ്പോൾ തക്കാളി പച്ചമണമൊക്കെ മാറി അത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 3 മിനിറ്റ് അല്ലേ വേവിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ അത് അടപ്പ് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് പൊങ്ങി വരത്തക്ക രീതിയിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പം ഇത് എന്നിട്ട് ഈ തക്കാളിയും ഇതെല്ലാം കൂടെ നന്നായി വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ചിക്കൻ ചേർക്കാൻ പോവാണ്. ഇത് ചിക്കനൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഈ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മസാലയും ചിക്കനുമായിട്ട് നല്ലതായിട്ട് മിക്സ് ആവണം. അപ്പം ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ. ഇതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊരു കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കുക. എന്നിട്ടൊരു പാതി വേവ് ആകുന്നതിന് മുമ്പ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചാബി കറി എന്ന് പറയണത് കുറച്ച് ഓയിലും നെയ്യൊക്കെ ഉള്ളതാട്ടോ. ഞാൻ കുറച്ച് ഓയിലേ ചേർത്തിട്ടുള്ളൂ. ഇത് ഇത്രയും ഈ മസാലയും നെയ്യൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്ന പോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ഒക്കെ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. 1 കപ്പ് തികച്ചില്ല. എന്നിട്ട് അത്രയും വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ചിക്കന് ബാക്കിയും കൂടെ അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം നമ്മൾ പാതി വെന്ത ഒരു പരുവത്തിലിരിക്കുകയാണ്. അപ്പം ബാക്കിയൊരു ഞാനൊരു 15 മിനിറ്റ്സ് കൂടെ ചിക്കന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് വേവട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി നല്ലതായിട്ട് വെന്ത് എണ്ണയൊക്കെ നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങി വന്ന് റെഡി ആയിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല ഗ്രേവി ഉണ്ട് നമ്മുടെ തക്കാളിയുടെയും നമ്മുടെ ഉള്ളിയുടേതും ഒക്കെ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ലേശം കൂടി ഗരം മസാല ചേർത്ത് കേട്ടോ. കൂടെ ഇത് കസ്തൂരി മേത്തിയാണ്. ഇതുകൂടെ ഞാനൊന്ന് ഞെരടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നൊരു കാര്യം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്ന് പറയണത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇതൊരു മെയിനായിട്ടും നോർത്ത് ഇന്ത്യൻ അങ്ങോട്ടൊക്കെയുള്ള കറികളിലൊക്കെ ചേർക്കുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് മസ്റ്റല്ല. പക്ഷേ കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. അത് ഈ പഞ്ചാബി ചിക്കൻ കറിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിള വന്നിട്ട് നമുക്ക് ചിക്കൻ കറി ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചാബി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന്. നമ്മുടെ യോഗേർട്ടിൻ്റേതും കസൂരി മേത്തിയുടേതും മസാല എല്ലാം കൂടി ഒരു മിക്സ്, നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾ എപ്പോഴും നാടൻ ചിക്കൻ കറിയൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കൂ. ഇടയ്ക്കൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ, ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ. ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ കൊടുക്കാമല്ലോ. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും പറാത്തയുടെ കൂടെയും എല്ലാ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ നമ്മളിങ്ങനെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ബാക്കി വരുമ്പോൾ നമ്മളതൊരു ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാറില്ലേ, അതിനൊക്കെ ബെസ്റ്റാണിത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും കാണാം പാറൂസ് പാണ്ഡ്യയിലൂടെ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.